യൂട്യൂബ് വെൽക്കം ടു അതർ വീഡിയോ. അത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ എളംകുളത്തുള്ള പോപ്പുലർ ബജാജിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പുതിയ പൾസർ 150യുടെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും എക്സൈസ് സെയിം കളറിൽ 2 വേരിയൻറ്റ് ഇരിക്കുന്നുണ്ട്. സോ പൾസർ 150ക്ക് നമുക്ക് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഒരു സിംഗിൾ സീറ്റ് വേരിയൻറ്റും ആൻഡ് സ്പ്ലിറ്റ് സീറ്റ് വേരിയൻറ്റ്. ഇൻ ജനറൽ ഈ 2026 വന്ന മേജർ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹെഡാണ് കേട്ടോ. അവിടെ മനസ്സിലാവും, ആ പഴയ ഒരു ഹെഡിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് അഗ്രസീവ് ആണ് ഇപ്പോഴത്തെ ഹെഡ് എന്ന് പറയുന്നത്. LED ഹെഡ് ആയിട്ടുണ്ട്. കൂടെ ഹൈ ബീമും കാണാം, ലോ ബീമും കാണാനായിട്ട് പറ്റും. നല്ല രസമുണ്ട്. നേരിട്ടൊന്ന് കാണുമ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ കാണുമ്പോഴത്തേക്കും നശിപ്പിച്ചു എന്ന് വിചാരിച്ചു. ബട്ട് ഇൻ പേഴ്സൺ കാണാനുണ്ടല്ലോ ഏറെക്കുറെ നമ്മുടെ പഴയ പൾസർ 180 ഇതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു DRL മിസ് ചെയ്തു, അത് അതിൻ്റെ അകത്തേക്കായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഷാർപ്പറായി, കുറച്ചും കൂടി അഗ്രസീവ് ആയി. ഫോട്ടോ കാണുമ്പോൾ കുറച്ചൊന്ന് ബോറായിട്ട് തോന്നും, ബട്ട് ഇൻ പേഴ്സൺ കാണാൻ കുറച്ചും കൊള്ളാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എസ്പെഷ്യലി ഈ ഒരു ടാങ്കിൻ്റെ ഒരു ഷാർപ്പർ ഡിസൈനൊക്കെ ആയിട്ട് ഈ ഒരു ഹെഡ് മാച്ചായി പോകുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ വൈസറ കുറച്ചും കൂടി പ്രൊണൗൺസ്ഡ് ആണ് കമ്പയർ ടു പ്രീവിയസ് വേർഷൻ. പിന്നത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ KTM ബജാജിൽ കണ്ടെന്ന് വെച്ചാൽ ആ ഒരു പ്രീമിയം LED ഇൻഡിക്കേറ്റർ നമുക്കിപ്പോൾ 150ക്ക് വരുന്നുണ്ട്. ആ പ്രീവിയസിലുള്ള ആ ഒരു ഇൻഡിക്കേറ്ററിലെ ആ ഒരു വലുത് അത് കുറച്ചും കൂടി ഒരു ബീഫ് ലുക്ക് കൊടുക്കും. ഇത് വന്നോടുകൂടി വണ്ടി ഒന്ന് സ്ലിം ആയ പോലെ തോന്നുന്നുണ്ട്. ബട്ട് ഇനി നല്ല പവർഫുൾ ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റർ ബജാജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 37mm ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് കാണാൻ പറ്റും. നമ്മുടെ സിംഗിൾ ഡിസ്ക് വേരിയൻ്റ് ആകുമ്പോഴത്തേക്കും 31mm കുറച്ചും കൂടി സ്ലിമ്മർ ആയിട്ടുള്ള ഫോർക്കാണ്. അത് സൈഡ് ബൈ സൈഡ് ഇടുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇതിൻ്റെ ഫോർക്ക് കുറച്ചും കൂടി സ്ലിമ്മറാണ്. എസ്പെഷ്യലി ഒരു സ്റ്റാൻഡ് ഷേക്ക് നോക്കിയാൽ ഇത് നോക്കി കുറച്ചും കൂടി തിക്കറാണ് ആ ഒരു ഫോർക്ക്. അത് 37ഉം ഇത് 31 ആണ്. ഐ തിങ്ക് ട്രാവലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്നു. രണ്ടും 130 140 എങ്ങാണ്ടും ട്രാവലാണെന്ന് തോന്നുന്നു. താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിലൊരു കുട്ടി ഡിസ്ക് കാണാം. ഐ തിങ്ക് 260mm ഡിസ്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതിനാകുമ്പോഴത്തേക്കും നമുക്കൊരു 280mm കുറച്ചും കൂടി വലിയ ഡിസ്ക് അതിൽ വരുന്നുണ്ട്. നമ്മുടെ 220 കണ്ടെന്ന പോലത്തെ വലിയ ഡിസ്ക്കാണ് നമുക്ക് ഡ്യുവൽ ഡിസ്കിന് വരുന്നത്. അത് കൂടാണ്ട് തന്നെ ടയർ പ്രൊഫൈലും വ്യത്യാസമുണ്ട്. 2 വണ്ടിക്ക് 17 ഇഞ്ച് അലൈസ് ആണെങ്കിൽ കൂടെ അതിനൊരു 90 സെക്ഷൻ ടയറും ഇതിനൊരു 80 സെക്ഷൻ ടയറാണ് വരുന്നത്. വീട്ടിൻ്റെ സൈഡ് ഈ ലുക്കൊക്കെ സെയിം ആണ്. നമുക്ക് സെയിം കളേഴ്സാണ് 2 വണ്ടിക്കും വരുന്നത്. നമുക്ക് ഇതിന് 4 കളേഴ്സ് വരുന്നുണ്ട്, അതിന് 4 കളേഴ്സ് വരുന്നുണ്ട്. ഈ റെഡ് കളറൊക്കെ അതിലുണ്ട്. അത് കൂടാണ്ട് ഒരു ഐ തിങ്ക് ഒരു ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഒരു ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഗ്രീനിഷ് ഒരു ഒലീവ് അങ്ങനത്തെ ഒരു കളറും കൂടി വരുന്നുണ്ട്. ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ കാണാം ആ ഒരു സെയിം ആയിട്ടുള്ള എഞ്ചിനാണ് 2 ഷെയർ ചെയ്യുന്നത്. ആ ഒരു 149cc 2 വാൽവ് ഹെയർ കൂൾഡ് എഞ്ചിനാണ്. ട്വിൻ സ്പാർക്ക് എന്ന് പറയുന്നു. യെസ്, ട്വിൻ സ്പാർക്ക്. ഒരു സ്പാർക്ക് പ്ലഗ് ഇവിടെ കാണാം, മറ്റേ സ്പാർക്ക് പ്ലഗ് അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുന്നു. പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 14 PS ആണ്. 8500 RPM 13.5 അത്ര എന്തോ സംതിങ് ന്യൂട്ടൺ ടോർക്കാണ്. മേറ്റിട്ട് 5 സ്പീഡ് ഗിയർ ബോക്സ്. നമുക്ക് സ്ലിപ്പർ ക്ലച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. നിങ്ങളൊരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ച് കാണും, നമ്മുടെ ഡ്യുവൽ ഡിസ്ക് വേരിയൻറ്റിന് നമുക്ക് കിക്കർ വരുന്നില്ല, മറിച്ച് സിംഗിൾ സീറ്റിന് നമുക്ക് കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കേസിങ് കുറച്ച് ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കേസിങ് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഓയിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഓയിൽ കാണാൻ പറ്റുന്നത് റൈറ്റ് സൈഡിലാണ്. സോ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. ഓഫ് കോഴ്സ് കിക്കറുള്ളതുകൊണ്ട് കുറച്ചൊരു കമ്പോണൻസ് വ്യത്യാസം ഉണ്ടാവും. ഇത് റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞത്. ഓക്കെ, പെർഫോമൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡീസൻ്റ് എന്ന് പറയാനുള്ളൂ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 lakh ഈസിലി കടന്നോളും. നന്നായിട്ട് മീൻസ് പ്രോപ്പർലി സർവീസ് ചെയ്ത്, പ്രോപ്പർലി ചെയിൻ ലൂബ് ചെയ്ത്, ടൈമിൽ ഓയിൽ ചേഞ്ച് ചെയ്ത്, പെട്രോളൊന്നും പറ്റിച്ച് ഓടിക്കാണ്ട് അത്യാവശ്യം ഒരു 2 ബാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഈസിലി 1 lakh ഒന്നും അല്ലാണ്ടൊക്കെ ഇരുന്നോളും. വലിയ തലവേദന ഇല്ല, കാരണം സ്പെയർ പാർട്സ് ഒക്കെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. പോക്കറ്റ് കാലിയാക്കില്ല. നമുക്ക് മൈലേജൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഈ ഒരു 15 ലിറ്റർ ടാങ്ക് ഒന്ന് അല്ലെങ്കിൽ മെറ്റൽ ടാങ്കാണ്. 15 ലിറ്റർ ടാങ്കിൽ നിന്ന് ഏകദേശം ഒരു 45 to 48 മൈലേജ് കിട്ടും. 48 പ്ലസ് കിട്ടിയവരുണ്ട്, ബട്ട് ഒരു ആവറേജ് നിങ്ങളൊരു 45 എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം നമുക്കൊരു പ്ലാസ്റ്റിക്കിന് അണ്ടർബില് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു സീറ്റ്സ് ആർ ഡിഫറൻറ്റ്. ഇതിന് കുറച്ചും കൂടി ഒരു പ്ലെയിൻ സീറ്റാണ് വരുന്നത്. അതിനകത്തേക്ക് നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. പിന്നെ മൂവ് ടു സൈഡ് നമുക്ക് കാണാം സെയിം എക്സോസ് ആണെങ്കിലും ഡിഫറൻസ് ഒന്നുമില്ല. ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷുള്ള സൈഡ് പാനലൊക്കെ ഇതിലേക്ക് കാണുന്നുണ്ട്. സെയിം സസ്പെൻഷൻ, ബാക്കിൽ എൻഡോറൻസിന്റെ പ്രീലോഡ് ഡിസോർഡ് സസ്പെൻഷൻ വരുന്നുണ്ട്. അതിന് കുറച്ചും കൂടി സ്പ്രിങ് കൗണ്ട് ഇതിന് കൂടുതലാണ്. നോക്കിയാൽ മനസ്സിലാവും അതിൽ സ്പ്രിങ്ങിന്റെ എണ്ണം കുറവാണ്. എന്തൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് സസ്പെൻഷനിൽ. പിന്നെ ബോക്സ് സ്വിങ്ങാൻ കാണാം. പിന്നത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ബാക്കിൽ ഡിസ്ക് ഉണ്ടാവില്ല. നമുക്ക് ബാക്കിൽ ABSന്റെ റിംഗ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ABS വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സെൻസറും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സോ ABSന്റെ ഒരു വലിയ റിംഗ് കാണാൻ പറ്റും. നമുക്കൊരു ഡിസ്ക് കാണാൻ പറ്റും. ഐ തിങ്ക് 200mm എങ്ങാണ്ട് ഒരു ചെറിയ ഡിസ്ക് ബാക്കിൽ വരുന്നുണ്ട്. വേറെ ഡിഫറൻസ് പിന്നത്തെ ടയറാണ്. നമുക്ക് സിംഗിൾ സീറ്റ് ആകുമ്പോഴത്തേക്ക് 100 സെക്ഷൻ ടയറാണ് വരുന്നത്. നമ്മുടെ സീറ്റ് ആകുമ്പോഴത്തേക്ക് 120 സെക്ഷൻ ടയർ വരുന്നത്. അതായത് നമ്മുടെ 220 അത് 220യുടെ സെയിം പ്രൊഫൈലായിട്ട് വരും. കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ടയറാണ് നമുക്ക് 150യുടെ സ്പ്ലിറ്റ് സീറ്റിന് വരുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് അഗൈൻ ഗ്രാബറിൽ ഡിഫറൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനാ ഒരു കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ OG ലുക്കുള്ള ഗ്രാബർ
ഗ്രാബറിലാണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് പേര് MT ഒക്കെ വെക്കുന്നുണ്ട് ഈ ഒരു ഗ്രാബറിൽ. അതിനകത്തേക്ക് നമ്മുടെ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബറിലാണ് വരുന്നത്. നമ്മുടെ 210 പോലത്തെ ഒരു ഗ്രാബറിൽ കാണാൻ പറ്റും. പിന്നെ പിന്നിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ എക്സാക്ട് സെയിം ആയിട്ടുള്ള ട്വിൻ LED ടെയിൽ ലൈറ്റ് കാണാൻ പറ്റും. ഇതിന് നമുക്ക് LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതിനും LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ രണ്ട് വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ വിട്ടു, രണ്ട് വണ്ടി ഈവൻ ദോ ഇത് ഡ്യുവൽ ഡിസ്ക് ആണെങ്കിൽ കൂടെ നമുക്ക് ഇതിന് ABS ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. രണ്ടും സിംഗിൾ ചാനൽ ABS ആണ്. ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ സാരി കാർഡ് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാണാൻ പറ്റും നമുക്ക് ലേഡീസിനൊക്കെ ഇരിക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ റെട്രോഫിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് വയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വരുന്നില്ല, ഇതിൽ ട്രഡീഷണൽ സാരി കാർഡാണ്, ജസ്റ്റ് കവറിങ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. അത്യാവശ്യം ലൈറ്റ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല ലൈറ്റാണ്. രണ്ടും സെയിം ആണ്. നമുക്ക് ഇതിനൊരു വ്യത്യാസമുണ്ട്. നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് മാത്രമേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സിംഗിൾ സീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഹീൽ ആൻഡ് ടോ ഷിഫ്റ്റിംഗ് ഉണ്ട്. കണ്ടോ ക്ലിക്ക് 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 ഹീൽ ആൻഡ് ടോ ഷിഫ്റ്റിംഗ് കാറിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ടാങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കറും കാറിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ടാങ്ക് പാഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പലരും ആഫ്റ്റർ മാർക്കറ്റൊക്കെ ആയിട്ട് മേടിച്ചിരിക്കുന്നതാണ്. വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വണ്ടിക്കും ക്ലിപ്പ് ഓൺ ബാർസ് ആണ് വരുന്നത്. കുറച്ചും കൂടി അടുത്താണ് അതിൻ്റെ ക്ലിപ്പ് ഓൺ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു വീതി കണ്ടോ, ഈ ഒരു സെൻറ്ററിൽ നിന്നും ഈ ഒരു വീതി കണ്ടോ, നമ്മുടെ 220 പോലെ ഇരിക്കും. ബട്ട് പെട്ടെന്ന് അതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നോക്കി ഇറ്റ്സ് സോ മച്ച് ക്ലോസർ ആൻഡ് ടീ സ്റ്റംപ് ഈസ് ഡിഫറെൻറ്റ്. കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീ സ്റ്റംപാണ്. ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ. കുറച്ചൊന്ന് സ്പോട്ടിയറാണ്, ഒരുപാടില്ല കേട്ടോ. നിങ്ങൾ ടിപ്പിക്കൽ പൾസർ കാഴ്ച കൂടിയും കണ്ടല്ലോ, അവർ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത മസിലൊക്കെ കാണിച്ച് ആണ് ഇരിക്കുന്നത്. സോ ആ ഒരു പൊസിഷനാണ് കംഫർട്ടബിൾ അല്ല, കാരണം നമുക്ക് കുറച്ചും കൂടി കയറിയൊക്കെ ഇരുന്നാൽ നല്ല അപ്രൈറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റും. കൈ മാത്രമേ താഴേക്ക് പോകുന്നുള്ളൂ, നമ്മൾ ഒരുപാട് ഷോൾഡർ ലീൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നോക്കി കൈ മാത്രമേ നേരെ താഴേക്ക് പോകും. സോ ഷോൾഡറിൽ ഒരുപാട് ലോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സ്വിച്ച് ഗിയർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാസ്, ഹൈ ബീം പാസ് കാണാം. മോഡ്, അതായത് കൺസോൾ ടോഗിൾ മോഡ്, ഇൻഡിക്കേറ്റർ, ഹോൺ, എൻജിൻ ഗിൽ സ്വിച്ച് ആൻഡ് സ്റ്റാർട്ടർ കാണാം. ഇൻസ്ട്രുമെന്റ് കൺസോൾ ഓൺ ആക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്ക് നമുക്കിപ്പോൾ LCD ഡിസ്പ്ലേ വരുന്നത്. ഫോട്ടോ കാണുന്നതിനും കൊള്ളാം, ബട്ട് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കായിരുന്നു. നമുക്ക് മേളിൽ RPM മീറ്റർ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, പിന്നെ സ്പീഡോ കാണാം. വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതായത് കോൾ അലേർട്ട് വരും. ഐ തിങ്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഇല്ല, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇല്ല. കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ആവറേജ് ഫ്യൂൽ എക്കോണമി, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി, ഡിസ്റ്റൻസ് ടു MT, ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനെയുള്ള എല്ലാ സ്ഥലവും കാണാൻ പറ്റും വണ്ടി. ഞാൻ ഇനി അപ്പുറത്തും കൂടി ഇരുന്ന് കാണിച്ചു തരാം. ആ ഒരു കോക്പിറ്റ് വ്യൂ ജസ്റ്റ് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഡിഫറൻസ് കണ്ടോ, കുറച്ചും കൂടി ഒരു മെലിഞ്ഞ ടീ സ്റ്റംപ് ആയിട്ടുണ്ട്. കൺസോളൊക്കെ സെയിം ആണ്. എർഗണോമിക്സ്, ദിസ് ഫീൽസ് എ ടച്ച് അപ്രൈറ്റ് പറഞ്ഞോ കേട്ടോ. ഇത് കുറച്ചും കൂടി അപ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ടാണോ, കുറച്ചും കൂടി സീറ്റ് ഹൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട് ഈ വണ്ടി. എനിവേ, ഇതാണ് നമ്മുടെ സിംഗിൾ സീറ്റിൽ ഇരുന്നിട്ടുള്ള വ്യൂ. കുറച്ചും കൂടി എനിക്ക് അപ്രൈറ്റ് തോന്നുന്നുണ്ട്. അപ്രൈറ്റ് എന്താ പറയുക, ഏറെക്കുറെ നമ്മുടെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റൈഡിങ് എറണോസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പറയാൻ പറ്റിയൊരു കാര്യം കേട്ടോ, നമ്മുടെ സിംഗിൾ സീറ്റും സ്പ്ലിറ്റ് സീറ്റും തമ്മിൽ ഏകദേശം 2 കിലോ വ്യത്യാസമുണ്ട്. നമ്മുടെ ഡ്യുവൽ ഡിസ്കിന് ഏകദേശം 2 കിലോ കൂടുതലാണ് കമ്പയർഡ് ടു സ്പ്ലിറ്റ് സീറ്റ്. സോ 150 കിലോ വേഴ്സസ് 148 കിലോ പ്ലാനറ്റ് ഫുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഫുഡ് പാക്സ് നേരെ ഇരിക്കുന്നതിൻ്റെ താഴെയാണ് കാല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. റൈഡിങ് എറണോമിക്സ് ഞാൻ പറഞ്ഞു ഒരുപാട് ലീനില്ല, ബട്ട് നമ്മൾ കൈ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ റൈഡിങ് എറണോമിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് ഓണാക്കിയിട്ട് LED ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓണാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ലോ ബീമാണ് ഇപ്പോൾ കിടക്കുന്നത് ആൻഡ് ദിസ് ഈസ് ഹൈ ബീം. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദിസ്. പിന്നെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യും. ലൈക്ക് ഈ ഒരു ഫുഡ് പെക്സിൻ്റെ ഒക്കെ ഉണ്ടോ, കുറച്ചും കൂടി സ്പോർട്ടിയർ ആയിട്ടുള്ള റിയർ ബ്രേക്ക് ലിവറാണ് വരുന്നത്. നമ്മുടെ സിംഗിൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള വലിയ റിയർ ബ്രേക്ക് ലിവറാണ്. സോ ഇതും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കാരണം നമുക്ക് ആ ഒരു ഗ്രാബറിൽ നിന്നും അല്ലെങ്കിൽ സാരി ഗാർഡിൽ നിന്നൊക്കെ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതോൺ അതർ ഹാൻഡ് കുറച്ചും കൂടി യങ്സ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ടാർഗറ്റ് ഇറക്കിയ വണ്ടിയാണ് ഈ ഡ്യുവൽ ഡിസ്ക് വേരിയൻ്റ് എന്ന് പറയുന്നത്. ഗായ്സ്, നമുക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ സീറ്റിന് ഏകദേശം 1,43,000 രൂപ വരുന്നുണ്ട്. നമ്മുടെ സ്പ്ലിറ്റ് സീറ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം 1,47,000 രൂപ വരുന്നുണ്ട്. സോ ഐ തിങ്ക് 4,000 രൂപയുടെ വ്യത്യാസം ഇത് തമ്മിലുള്ളൂ. സോ 4,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ചങ്കിയായിട്ടുള്ള ഫോർക്ക്, കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ടയർ, ആൻഡ് യെസ് യു വിൽ മിസ് ദാറ്റ് കിക്കർ മിസ് ചെയ്യും. പിന്നെ സ്പ്ലിറ്റ് സീറ്റ്, പിന്നെ ഗ്രാബറിൽ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടീ സ്റ്റംപ്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലിപ്പ് ഓൺ. യെസ് കുറച്ച് അധികം വ്യത്യാസമുണ്ട്. തോട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾ സീറ്റും ആ ഒരു ഡിസ്ക്കും മാത്രമേ നോട്ടീസ് ചെയ്യുള്ളൂ. ബട്ട് ഞാൻ വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്രയും ഡിഫറൻസ് ഈ രണ്ട് വണ്ടികൾ തമ്മിലുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എളംകുളത്തുള്ള പോപ്പുലർ ബജാജ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ അത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു വാക്ക് റൗണ്ട് വീഡിയോ. ഐ ഹോപ്പ് ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.